ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇതിന് മുന്നോടിയായുള്ള പാർട്ടി സംസ്ഥാന കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന ഭാരവാഹിത്വത്തിൽ വലിയ അഴിച്ചുപണിക്കാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പദവി ദേശീയ നേതൃത്വം തീരുമാനിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കെ ശ്രീനാരായണ ഗുരുവിന്റെ സൂക്തങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, അല്പസമയത്തിനകം പ്രഖ്യാപനം തോന്നുന്നു അല്ലേ? അതിനുള്ള ഒരുക്കങ്ങളാണ് വേദിയിൽ എന്നാണ് തോന്നുന്നത്. അശ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയും ചെയ്യാം. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ആ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നിയുക്ത ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ഒപ്പം പ്രഹ്ലാദ് ജോഷി കേന്ദ്രമന്ത്രി കൂടിയാണ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള ആൾ കൂടിയാണ്. ഒപ്പം പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, സഹപ്രഭാരി അപരാജിത സാരംഗി, ഒ രാജഗോപാൽ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ, ജോർജ് കുര്യൻ, സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. 11 മണിക്ക് പ്രഖ്യാപനമുണ്ടാകും എന്ന് പറഞ്ഞതാണ്. പക്ഷേ പരിപാടി ഒരല്പം താമസിച്ചാണ് തുടങ്ങിയത്. എന്തായാലും 12 മണിക്ക് മുൻപായി പ്രഹ്ലാദ് ജോഷി ഈ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തും. പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേൽക്കുകയും ചെയ്യും. നിലവിൽ ആദ്യത്തെ ഒരു പരിപാടി എന്ന രീതിയിൽ വരാൻ പോകുന്നത് നന്ദി പ്രകാശനമായിരിക്കും. അത് കെ സുരേന്ദ്രൻ നന്ദി പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കും. തുടർന്ന് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഈ ഇരിക്കുന്ന സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. നിലവിലിപ്പോൾ ഹഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു അഴിച്ചുപണി ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ ഒരാളെ നിലവിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ദേശീയ ഘടകം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നതോടുകൂടി ജില്ലാ പ്രസിഡന്റ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും പുതിയ ഭാരവാഹികൾ വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന ഭാരവാഹിത്വത്തിലും വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. ഭാരവാഹി നിരയിൽ പകുതിയോളം പേർ പുതുതായി എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ, കെ സുരേന്ദ്രൻ എന്നിവരുടെ പദവി ദേശീയ നേതൃത്വം തീരുമാനിക്കും എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സംഘടനാ ജനറൽ സെക്രട്ടറി ഒഴിഞ്ഞു കിടക്കുകയാണ് ആ പദവി. അതിൽ ഈ വരുന്ന ജൂണിൽ വാർഷിക ബൈഠക്ക് നടക്കുന്നുണ്ട് RSSന്റെ. ആ വാർഷിക ബൈഠക്കിൽ അതാരായിരിക്കും എന്ന് തീരുമാനം. അല്പസമയത്തിനകം രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായുള്ള പ്രഖ്യാപനം ഉണ്ടാകും. ഇന്നലെ തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമുണ്ടായതാണ്. ബി.ജെ.പി സംസ്ഥാന നേതൃപദവിയിലും നിരയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് അറിയാനും കഴിയുന്നത്.